നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ട്രംപ് അധികാരത്തിൽ വന്നതോടെ ലോകക്രമത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിലുമെല്ലാം ഇത് വ്യക്തമാണ്. എന്നാൽ ട്രംപിന്റെ ഈ അപ്രമാദിത്വത്തിനെതിരെ ചൂണ്ടുവിരൽ ഉയരുന്നു എന്ന സംശയവും ഇപ്പോൾ വളരെ ശക്തമായി തന്നെ ഉയരുന്നു. കാരണം ഇപ്പോൾ നടന്നൊരു സംഭവമാണ്. അമേരിക്കയുടെ എണ്ണക്കപ്പലിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. UK തീരത്ത് ഈസ്റ്റ് യോർക്ക്ഷയറിൽ നിർത്തിയിട്ട US എണ്ണക്കപ്പലിനെ പോർച്ചുഗീസ് പതാകയുള്ള സയനൈഡ് നിറച്ച ചരക്ക് ടാങ്കർ അസാമാന്യ സ്പീഡിൽ വന്ന് ഇടിക്കുകയായിരുന്നു. കൂട്ടിയിടിയിൽ കടലിന് തന്നെ തീപിടിച്ചു എന്നാണ് അറിവ്. 2 കപ്പലുകളിലെയും ജീവനക്കാരായ 36 പേരെ ബ്രിട്ടീഷ് തീരസംരക്ഷണ സേനയാണ് കരക്കെത്തിച്ചിട്ടുള്ളത്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരിൽ പലരുടെയും ആരോഗ്യനില ഗുരുതരമാണെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. സോഡിയം സയനൈഡ് എന്ന അതിമാരക വിഷം വഹിച്ചുവന്ന ചരക്കുകപ്പലും US സൈനികാവശ്യത്തിനുള്ള വിമാന ഇന്ധനം വഹിച്ച കപ്പലുമാണ് അപകടത്തിൽപ്പെട്ടത്. സോഡിയം സയനൈഡ് കടലിൽ പരന്നിട്ടില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 15 കണ്ടെയ്നർ സോഡിയം സയനൈഡാണ് സോലോങ് എന്ന പോർച്ചുഗീസ് ചരക്കുകപ്പലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അമേരിക്കൻ കപ്പലിലെ എണ്ണ കടലിൽ പരന്നൊഴുകിയിട്ടുണ്ട്. US നാവിക ജെറ്റുകൾക്കായി ജെറ്റ് ഇന്ധനം നിറച്ചതായിരുന്നു അമേരിക്കൻ കപ്പൽ. സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഹെലികോപ്റ്ററും ലൈഫ് ബോട്ടുകളും തീയണയ്ക്കാൻ സംവിധാനമുള്ള കപ്പലുകളും സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. സറ്റേന ഇമ്മാക്കുലേറ്റ് എന്ന അമേരിക്കൻ പതാക വഹിക്കുന്ന ചരക്ക് ടാങ്കറും പോർച്ചുഗലിലെ സ്വയംഭരണ പ്രദേശമായ മദീരയുടെ പതാകയുള്ള സോളോങ് എന്ന കണ്ടെയ്നറുമാണ് അപകടത്തിൽപ്പെട്ടത്. ദുരന്തത്തിൽ ആരും മരിച്ചിട്ടില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. എന്നാൽ ഒരാളുടെ മരണം സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. തീരത്തുനിന്ന് 16 കിലോമീറ്റർ അകലെ നിന്ന് കട്ടിയുള്ള കറുത്ത പുകയും തീജ്വാലകളും ഉയരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 18,000 ടൺ എണ്ണയാണ് കപ്പലിൽ നിന്ന് കടലിലേക്ക് ഒഴുകിയത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. മിലിറ്ററി ജെറ്റ് ഫ്യൂലുമായി നീങ്ങിയ കപ്പലിന് തീപിടിച്ചതോടെ സംഭവിക്കാൻ പോകുന്നത് വമ്പൻ നാശനഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നുമാണ് കരുതപ്പെടുന്നത്. അമേരിക്കൻ കപ്പലിലെ ഒരു ജീവനക്കാരനെ കാണാതായതായി കമ്പനി മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾക്കായുള്ള തിരച്ചിൽ ശക്തമാക്കി. അപകടത്തിൽ 2 കപ്പലുകളും ഭാഗികമായി തകർന്നിട്ടുണ്ട്. കടലിൽ എണ്ണയും സോഡിയം സയനൈഡും പടരുന്നത് തടയാനുള്ള ശ്രമം അതിതീവ്രമായി തന്നെ തുടരുകയാണ്. സോഡിയം സയനൈഡ് വെള്ളവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അത്യന്തം വിഷാംശം ഉള്ളതായി മാറും. അത് വെള്ളവുമായി സമ്പർക്കം പുലർത്തി പടരുന്നത് തടയാൻ UKയിലെ മാരിടൈം ആൻഡ് കോസ്റ്റ് ഗാർഡ് ഏജൻസിയാണ് ശ്രമിക്കുന്നത്. തിങ്കളാഴ്ച പ്രാദേശിക സമയം 11:28 അപകടത്തെക്കുറിച്ചുള്ള ആദ്യ സന്ദേശം ലഭിച്ചതെന്നാണ് ആംബുലൻസ് സർവീസുകൾ അറിയിക്കുന്നത്. അപകടത്തെ തുടർന്ന് 2 കപ്പലുകളിലെയും ജീവനക്കാർ കടലിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ പല ലൈഫ് ബോട്ടുകളും തീപിടുത്തം നേരിടാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് കാരണം മടക്കി അയക്കേണ്ടിയും വന്നു. കനത്ത മൂടൽമഞ്ഞ് കാരണമാണോ അപകടമുണ്ടായത് എന്ന് സംശയിക്കുന്നുണ്ട്. കാരണം നിർത്തിയിട്ട അമേരിക്കൻ കപ്പലിലാണ് പോർച്ചുഗീസ് കപ്പൽ വന്നിടിച്ചത്. പക്ഷേ വേഗത നിയന്ത്രിക്കുന്നതിനുള്ള ഒരു മാർഗവും ഇവർ സ്വീകരിച്ചിട്ടില്ല എന്നത് സംശയം ഉണ്ടാക്കുന്നു. മൂടൽമഞ്ഞും കൊടും തണുപ്പും രക്ഷാപ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ ബുദ്ധിമുട്ടുകളും സൃഷ്ടിച്ചു. അപകടത്തിൽപ്പെട്ട സ്റ്റെല്ല ഇമ്മാക്കുലേറ്റ് എന്ന എണ്ണ ടാങ്കറിൽ 1,42,000 ബാരൽ മിലിറ്ററി ജെറ്റ് ഫ്യൂവലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അമേരിക്കൻ കപ്പലിൽ നിന്ന് എണ്ണ ഒഴുകുന്നുണ്ട്. ചരക്ക് കപ്പലായ സോളോങ് എന്ന ചരക്കു കപ്പലിൽ 15 കണ്ടെയ്നറുകൾ നിറയെ സോഡിയം സയനൈഡാണ് ഉണ്ടായിരുന്നത്. ഇവ രണ്ടും പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുമോ എന്നാണ് ഇപ്പോൾ ഏറ്റവും അധികമായി സംശയിക്കപ്പെടുന്നത്. അമേരിക്കൻ പ്രതിരോധ സേനയ്ക്ക് വേണ്ടി ജെറ്റ് ഫ്യൂവലുമായി പോകുകയായിരുന്നു സ്റ്റെന്ന ഇമ്മാക്കുലേറ്റ് എന്ന ഓയിൽ ടാങ്കർ. ഗ്രീസിലെ കൊറിന്തിലെ ഒരു ഓയിൽ റിഫൈനറിയിൽ നിന്നും എണ്ണ നിറച്ചതിനു ശേഷമാണ് ഈ ടാങ്കർ യാത്ര തിരിച്ചിരുന്നത്. കപ്പലപകടം നടന്നതിന് സമീപമാണ് ബ്രിട്ടനിലെ അപൂർവ പക്ഷികൾ ഉൾപ്പെടുന്ന പക്ഷി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കടലിൽ എണ്ണ പരക്കുന്നത് പരിസ്ഥിതി നാശമുണ്ടാക്കുകയും പക്ഷികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്കയും പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.